Hi students, welcome to EdDream Classroom. So നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BEGC 109 ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ പറ്റും, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ 1, ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ 2, ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ 3, പിന്നെ ലാസ്റ്റ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോത്തിക് നോവൽ. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ പാർട്ട് 1. ഓക്കെ, സോ അതിൽ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ എന്താ പറയുക, റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആണല്ലോ. സോ ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഏജിൽ വന്നിട്ടതാണ് റൊമാൻറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൊമാൻറ്റിസിസത്തിൻ്റെ ഡെഫിനിഷൻസും പിന്നെ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതും കൂടിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന് മുന്നേ ഞാൻ പറയട്ടെ, നമ്മുടെ ലിറ്ററേച്ചറിൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കുറച്ച് ഏജുകളുണ്ട്. അതായത് ഓരോ വർഷവും ഓരോ ഏജുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് പീരീഡായിട്ട് നമ്മൾ പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്നുള്ളതാണ്. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ്. സോ ആ ഒരു ടൈമിൽ ആംഗ്ലോ സാക്സൺസ് ആയിരുന്നു ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത്. സോ അവരുടെ ഏജിനെയാണ് നമ്മൾ ആംഗ്ലോ സാക്സൺ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വന്നിരുന്നത് 450 to 1066. ഓക്കെ, 450 BC to 1066 ആ ഒരു 1066 ആ കാലഘട്ടത്തിലായിരുന്നു, 1066 കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. സോ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് കഴിഞ്ഞ് വരുന്നതാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. ഓക്കെ, അത് വരുന്നത് 1066 മുതൽ 1500 കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് ഇയേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ നോർമൻ കോൺക്വസ്റ്റും കാര്യങ്ങളൊക്കെ. സോ അത് കഴിഞ്ഞ് വരുന്ന പീരീഡാണ് നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ പീരീഡ് ഓഫ് റിനൈസൻസ്. ഓക്കെ, ദ റിനൈസൻസ് അല്ലെങ്കിൽ ഏർലി മോഡേൺ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിയോ ക്ലാസിക്കൽ പീരീഡ്. ഓക്കെ, നിയോ ക്ലാസിക്കൽ പീരീഡ്. സോ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന കീ ഫിഗേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ജൊനാഥൻ സ്വിഫ്റ്റ്. സോ ഇത്രയും ആൾക്കാരല്ല, ഇനിയും കൂടുതൽ ആളുകളുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ റൈറ്റിങ്സും അവരുടെ എന്താ പറയുക ഐഡിയോളജീസൊക്കെയാണ് നമ്മുടെ റിനൈസൻസ് കാലഘട്ടത്തിൽ നിയോ ക്ലാസിക്കൽ പീരീഡിൽ വന്നായിരുന്നു. റിനൈസൻസ് നിയോ ക്ലാസിക്കലിൻ്റെയും തൊട്ട് മുകളിലുള്ളതാണ് കേട്ടോ. സോ ഓരോ പീരീഡ് കഴിയുമ്പോഴും ആ സൊസൈറ്റിയിൽ അവരുടേതായ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും. അതായത് ഈ പോയട്രി, ലിറ്ററേച്ചറിലെ ആളുകളാണല്ലോ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ അവരുടെ എന്താ പറയുക എഫേർട്ടിൻ്റെ റിസൾട്ടായിട്ട് ഇഷ്ടംപോലെ മാറ്റങ്ങൾ ആ സൊസൈറ്റിയിൽ വരും. സോ ഓരോ ഏജ് കഴിയുമ്പോഴും ദർ ഇസ് എ ഗ്രാജുവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രീവിയസ് പീരീഡ് ആൻഡ് ദ അപ്കമിങ് പീരീഡ്. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ ഏജുകളും വരുന്നത്. ഓക്കെ, സോ നമ്മൾ പറയുന്നത് നിയോ ക്ലാസിക്കൽ പീരീഡ്. സോ അത് കഴിഞ്ഞ് വരുന്നതാണ് റൊമാൻറ്റിക് പീരീഡ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ ആ പീരീഡാണ് റൊമാൻറ്റിക് പീരീഡ്. സോ റൊമാൻറ്റിക് പീരീഡിൻ്റെ അതായത് ഏജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 1785 to 1832 ആണ് കേട്ടോ. ഇറ്റ് എംഫസിസ് ഓൺ നേച്ചർ, ഇമോഷൻസ് ആൻഡ് ഇൻഡിവിജ്വലിസം. ഓക്കെ, സോ വേർഡ്സ്വർത്ത്, കോളറിച്ച്, ജോൺ കീറ്റ്സ്, ബൈറൺ, ഷെല്ലി ഇവരൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഓക്കെ, സോ റൊമാൻറ്റിക് പീരീഡ് കഴിഞ്ഞ് വരുന്നതാണ് വിക്ടോറിയൻ പീരീഡ്. ക്യൂൻ വിക്ടോറിയയുടെ ഒക്കെ കാലഘട്ടമാണ് വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന പീരീഡാണ് എഡ്വാർഡിയൻ ഓർ ജോർജിയൻ പീരീഡ്. ഓക്കെ, നെക്സ്റ്റ് പീരീഡ് ഇസ് ദ മോഡേൺ പീരീഡ്. ഓക്കെ, സോ എഡ്വേർഡിയൻ ജോർജിയൻ പീരീഡ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് അതിൻ്റെ കാലഘട്ടം വരുന്നത് 1901 ആണ് കേട്ടോ. 1901 വിക്ടോറിയൻ പീരീഡിൻ്റെ ടൈം പീരീഡ് പറയുന്നത് 1832 to 1901 ആണ് കേട്ടോ. ഓക്കെ, പിന്നെ മോഡേൺ പീരീഡ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മോഡേൺ പീരീഡ് അല്ലെങ്കിൽ കണ്ടംപററി, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഏതൊക്കെയാണ്, 1945 മുതൽ കേട്ടോ, 1945 ടു ദിസ് പ്രസൻറ്റ് ഇറ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ പീരീഡ്സ് ഇനിയുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ഏജുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും ഏജുകളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ,
സോ നമ്മളൊരു ഇൻട്രൊഡക്ഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ പാർട്ട് 1. ഓക്കെ, സോ നമ്മുടെ ഈ പാർട്ട് 1 ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ നമുക്ക് പഠിക്കാൻ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലും കാണാം എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പീരീഡിൽ നിങ്ങൾക്ക് കാണാനുള്ളത് എന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താ പറയുന്നത്, റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ 18th സെഞ്ച്വറിയിലുള്ള റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ എന്താണ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 18th സെഞ്ച്വറി, അതായത് 17 നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. 1798 ആണ് നമ്മൾ പറഞ്ഞു. 1798 ടു 1798 ടു ആണ് നമ്മുടെ ടൈം പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 1832 ഇതാണ് ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത്. ഏത് റൊമാൻറ്റിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് റൊമാൻറ്റിക് പീരീഡിൻ്റെ ടൈം പീരീഡാണ് 1792 ടു 1832. ഓക്കെ, സോ നമ്മൾ അത് 18th സെഞ്ച്വറി ആയിട്ടാണ് കണക്കൂട്ടുക. അതായത് നമുക്കറിയാമല്ലോ അല്ലേ സെഞ്ച്വറി എങ്ങനെ പറയാമെന്ന്, വർഷത്തിൻ്റെ ഇതിപ്പോൾ 17 ആണ് അല്ലേ, 1700 കാലഘട്ടമാണ്. അപ്പോൾ ഒരു വർഷം കൂട്ടിയിട്ടാണ് നമ്മൾ പറയുക 18th എന്നുള്ളത്. സോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് 21st ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ 2026 സോ ഒരു ഇയർ കൂട്ടി പറയുമ്പോൾ നമ്മൾ 21st 21ാമത്തെ സെഞ്ച്വറിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ 18th സെഞ്ച്വറിൻ്റെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, ലിറ്റററി ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ലിറ്റററി ഫാക്ടേഴ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ മേജർ ഡെഫിനിഷൻസ്, റൊമാൻറ്റിസിസം എന്നുള്ള ഒരു ടേമിന് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് പല ആളുകളും കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ മേജർ റൊമാൻറ്റിക് പോയിറ്റ്സ്, അവരുടെ വർക്ക്സ്, ഓക്കെ, ആരൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ മെയിൻ ഫിഗേഴ്സ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ലിറിക്കൽ ബാലഡ്സ്. ഓക്കെ, ലിറിക്കൽ ബാലഡ്സ് എന്നുള്ളത് ഒരു വർക്കാണ്, ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ലിറിക്കൽ ബാലഡ്സ് എന്നുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, ഓതേഴ്സ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്തും കോളറിജും ആണ് കേട്ടോ. ഈ രണ്ടാളുകൾ കൂടി ചേർന്ന് കമ്പൈൻഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ലിറിക്കൽ ബാലഡ്സ്. അത് റൊമാൻറ്റിക് മൂവ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷനാണ്. ഇത് വന്നതോടുകൂടിയാണ് അന്നത്തെ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിന് ഒരു പുതിയ മാറ്റം ഉണ്ടായത്. സോ ഈ ഒരു പബ്ലിക്കേഷൻ, ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷനെയാണ് നമ്മൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ചിട്ട് നമ്മളിവിടെ പഠിക്കും. ദെൻ 2 തരത്തിലുള്ള പോയിറ്റ്സിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റൊമാൻറ്റിക് ഏജിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക് പോയിറ്റ്സ്, പിന്നെ സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയിറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് ജനറേഷന് നമുക്ക് പറയുന്ന വേറൊരു പേരാണ് ഏർലി കേട്ടോ, ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സ്. അവരാരൊക്കെയാണ്, അതേപോലെ അവരുടെ വർക്ക്സുകൾ ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, എന്താ റൊമാൻറ്റിക് പീരിയഡ് ഉണ്ടായിരുന്ന ആ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ പറഞ്ഞത്. അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റിയിലേക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചും നമുക്ക് ഈ ഒരു ഏജിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് ഡെവലപ്ഡ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് മേജർ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ചേഞ്ചസ് ബിറ്റ്വീൻ ദ ലേറ്റ് 18th ആൻഡ് 19th സെഞ്ച്വറി. ഓക്കെ, നമ്മൾ പറഞ്ഞു 18th സെഞ്ച്വറിയാണ് നമ്മുടെ റൊമാൻറ്റിക് പീരിയഡിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മേജറായിട്ട് എന്തൊക്കെ കാണാൻ പറ്റും, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ്, ഇത്രയും ചേഞ്ചസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ, ദെൻ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, ഈ ഇത്രയും ചേഞ്ചസിൻ്റെ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇയർ നിങ്ങൾ കണക്കൂട്ടണം, അതായത് 1789 ആണ്. നമ്മുടെ റൊമാൻറ്റിക് ഏജിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ്, 1798 കേട്ടോ. ഈ വർഷം ഈ 2 ഡിജിറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമുക്ക് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള
മൂവ്മെൻ്റ് ആണ് കിട്ടുക. 89 ഉള്ളത് ഫ്രഞ്ച് റവല്യൂഷനും 98 ലിറിക്കൽ ബാലറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഇയർ. ലിറിക്കൽ ബാലറ്റ്സിൻ്റെ പബ്ലിക്കേഷൻ ഇയർ ആണ് 1789 എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ. സോ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സോ ഫ്രഞ്ച് റവല്യൂഷനിൽ അവർ ഉയർത്തിപ്പിടിച്ച ഒരു 3 എന്താ പറയുക മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് ലിബേർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ഈ ഒരു 3 കാര്യങ്ങളായിരുന്നു അവർ ഉയർത്തിപ്പിടിച്ചിരുന്നത്. സോ ഇത് ഒരു മേജർ ഇൻഫ്ലുവൻസ് ആയിരുന്നു നമ്മുടെ റൊമാൻറ്റിക് ഏജിന് കേട്ടോ. Okay, so one of the most important influences was the French Revolution, which promoted ideals such as liberty, equality and fraternity. Okay, so these ideas inspired writers to think about freedom, human rights and the importance of the individual. Okay, അതായത് ഈ ഒരു 3 കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ, എന്തൊക്കെയാണ്? സമത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അത് 3 കാര്യങ്ങൾ എന്താ പറയുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം വേണം അല്ലേ, നമ്മൾ ആരുടെയും അടിമകളല്ല, നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വേണം, ഈക്വാലിറ്റി വേണം അല്ലേ, അതുപോലെ ആളുകൾ തമ്മിൽ എന്ത് വേണം? ഒരു ഫ്രട്ടേണിറ്റി അല്ലേ, ഒരു സാഹോദര്യം വേണം. സോ ഇതൊക്കെ അന്നത്തെ തിങ്കേഴ്സ് അല്ലെങ്കിൽ അന്നത്തെ റൈറ്റേഴ്സിന് അവർക്ക് എന്താ പറയുക, അവർ ആലോചിക്കാൻ തുടങ്ങി. ഓ, അത് ശരിയാണല്ലോ, അതായത് ആളുകളുടെ ഇടയിൽ ഇത്രയും റൈറ്റ്സും അവരുടെ ഫ്രീഡവും ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻസ് ആണ്, ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്തതാണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, സോ അന്നത്തെ റൈറ്റേഴ്സ്, അതായത് റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് ഇത് ഇൻസ്പയർഡ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. സോ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഏജ് നമ്മൾ പറഞ്ഞു അല്ലേ, നിയോ ക്ലാസിക്കൽ ഏജ് അല്ലേ. നിയോ ക്ലാസിക്കൽ ഏജിൽ ആളുകൾ ജീവിച്ചിരുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, അത്രയും സ്ട്രിക്റ്റ് ലോസ് ഫോളോ ചെയ്തായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. അതിൽ ആളുകൾക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിലാണ് അവർ ജീവിച്ചിരുന്നത്. അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റോ അവർക്കൊരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അന്നത്തെ കാലത്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹൈ ക്ലാസ് ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതും അവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലിറ്ററേച്ചറൊക്കെ ആയിരുന്നു. പക്ഷേ റൊമാൻറ്റിക് ഏജിലേക്ക് വന്നതോടുകൂടി, നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ കഴിയുന്നതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി ഇൻഡിവിജ്വലേ ഓരോ വ്യക്തിക്കും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കൂട്ടം ആളുകൾ മാത്രമല്ല, എല്ലാ വ്യക്തികളും അവരുടേതായ രീതിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ റൈറ്റേഴ്സ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരുടേതായ വർക്കുകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. സോ നമ്മളൊരു കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുക? ഓരോ വർക്ക് കണ്ടിട്ടാണ് അല്ലേ, ഓരോ കാര്യങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ, സിനിമാസ് അല്ലേ, അതേപോലെ മീഡിയ ഒക്കെയാണ്. സോ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട മീഡിയമായിരുന്നു നമ്മുടെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത്. സോ റൈറ്റേഴ്സാണ് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ട്രൂത്ത്ഫുൾനെസ്സോടുകൂടി തുറന്നു പറഞ്ഞിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിലെ റൈറ്റേഴ്സായിരുന്നു. സോ അവരും സ്വാതന്ത്ര്യത്തിലേക്ക് അവർ അടുക്കാൻ തുടങ്ങി, അതിനു വേണ്ടി അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ എന്താ പറയുക, പെന്നല്ലേ അവർ ആയുധമാക്കാൻ തുടങ്ങി. എന്തിനാ? ടു ഗെറ്റ് ദ ഫ്രീഡം. ഓക്കെ, then although many writers initially supported the revolution, later events like violence and dictatorship made them more critical and reflective അല്ലേ. അതായത് അവിടെ ഇങ്ങനെ ഫ്രീഡത്തിന് വേണ്ടി അവർ ശ്രമിക്കുകയൊക്കെ ചെയ്തു എങ്കിൽ പോലും ഒരു ഡിക്റ്റേറ്റർഷിപ്പൊക്കെ അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അല്ലേ, വ്യാവസായികവൽക്കരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇംഗ്ലണ്ടിനെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ട്രാൻസ്ഫോം ചെയ്തു ഫ്രം ആൻ അഗ്രികൾച്ചറൽ സൊസൈറ്റി ടു ആൻ ഇൻഡസ്ട്രിയൽ വൺ അല്ലേ. അതായത് കാർഷിക സൊസൈറ്റിയിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിനെ മാറ്റിമറിച്ചു എന്ന് പറയുന്നുണ്ട്. The growth of machines and factories led to urbanization, unemployment and class divisions അല്ലേ. അതായത്
മെഷീൻസ് അല്ലേ, പുതിയ തരത്തിലുള്ള മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ചതോടുകൂടി, അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സ്റ്റീം എൻജിൻ പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ മെയിനായിട്ട് കണ്ടുപിടിച്ച ഒരു മെഷീനാണ് സ്റ്റീം എൻജിൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കേട്ടോ. സോ അതൊക്കെ എന്തിന് കാരണമായി എന്നാണ് പറയുന്നത്? അർബനൈസേഷൻ അല്ലേ, അതായത് ഒരു റൂറൽ അല്ലേ, ഗ്രാമവാസികളിൽ നിന്നൊരു സിറ്റി ലൈഫിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കൂടുതൽ എന്താ പറയുക കാരണമായിട്ടുണ്ട്. അതുപോലെ ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് മെഷീൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ ജോലികൾ എളുപ്പമാക്കുകയാണ് മെഷീൻസ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ജോലികൾ നഷ്ടപ്പെടാനും കാരണമുണ്ട്. സോ അതൊക്കെ ഒരു അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമായിട്ടുണ്ട്. അതുപോലെ ക്ലാസ് ഡിവിഷൻസിനും മെയിനായിട്ട് കാരണമായിട്ടുണ്ട്. ഓക്കെ, many people moved to cities and life became more mechanical and less connected to nature അല്ലേ. അതായത് ആളുകൾ എന്ത് ചെയ്തു, ഈ മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ചതോടുകൂടി തന്നെ ആളുകൾ വില്ലേജിൽ നിന്നും സിറ്റി ലൈഫിലേക്ക് പോകാൻ തുടങ്ങി. അതുപോലെ ആളുകൾ എന്താണ്, ആ നേച്ചറിൽ നിന്നും ഉള്ളൊരു കണക്ഷൻ അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. Then romantic poets reacted against these changes by celebrating nature, rural life and simplicity അല്ലേ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ റൊമാൻറ്റിക്, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വരികയാണ് കേട്ടോ. അതായത് റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് എന്ത് ചെയ്തു, ഈ ഒരു ചേഞ്ചസിന് എതിരായിട്ട് അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് അവരവരുടെ വർക്ക്സിൽ എന്തൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി? സെലിബ്രേറ്റിംഗ് നേച്ചർ, റൂറൽ ലൈഫ് ആൻഡ് സിംപ്ലിസിറ്റി, ഈ ഒരു കാര്യങ്ങളൊക്കെ അവരവരുടെ വർക്ക്സിൽ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് അവർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ, ഇമ്പോർട്ടൻസ് ഓഫ് ദ റൂറൽ ലൈഫ് ആൻഡ് സിംപ്ലിസിറ്റി, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയുണ്ടായി. നമ്മുടെ റൈറ്റേഴ്സിൻ്റെ വർക്ക്സുകൾ. ഓക്കെ, റൊമാൻറ്റിക് പോയിറ്റ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെ വർക്ക്സുകൾ. ദെൻ അപ്പം നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യങ്ങൾ, അവിടെ ടെക്സ്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് ടു ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഡ്യൂറിങ് ദ ലേറ്റ് 18th and early 19th centuries, England experienced major political changes. Power slowly shifted from land owning aristocracy to the industrial class അല്ലേ. അപ്പോൾ ഇതും കൂടി ഉണ്ട്. അതായത് അന്നത്തെ പവർ എന്ന് പറയുന്നത് നമുക്കറിയാം, കൃഷിയായിട്ട് ജീവിച്ചിരുന്ന ആളുകൾ, ഒരു ജന്മി കുടിയാൻ ബന്ധം അവിടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ പല സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ലാൻഡുകൾ ഓൺ ചെയ്തിരുന്ന അവരൊരു ആധിപത്യം ഉണ്ടായിരുന്നു. അത് മെല്ലെ മെല്ലെ എന്താണ്, ബിസിനസ് ഏരിയയിലേക്ക് മാറാൻ തുടങ്ങി അല്ലേ. അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയായി മാറി തുടങ്ങിയപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ പവർ ഷിഫ്റ്റും കൂടി വന്നിട്ടുണ്ട്. അതായത് ലാൻഡ് ഓണിങ് അരിസ്റ്റോക്രസിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ക്ലാസ്സിലേക്ക് അല്ലേ, പവർ ടു ഇൻഡസ്ട്രിയൽ ക്ലാസ്. ഓക്കെ, ദെൻ ഹൂ ഓൺ ദ ഫാക്ടറീസ് ആൻഡ് അൺഎംപ്ലോയിഡ് ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ. അവരൊക്കെ ലാൻഡ് ഓണേഴ്സിൽ നിന്നുള്ള പവർ കൈമാറ്റം ചെയ്യപ്പെട്ടത് ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആളുകൾക്കായിരുന്നു. അവരെന്താണ്, കുറേ തരത്തിലുള്ള ഫാക്ടറീസും കുറേ എംപ്ലോയിഡ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അവരെ ജോലി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് ആണ് പവർ കൂടി വന്നത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷൻസ് ലൈക്ക് അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ. അമേരിക്കൻ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനെ പോലുള്ളൊരു റെവല്യൂഷനാണ് അമേരിക്കൻ റെവല്യൂഷനും. അതൊക്കെ ഇതിനുള്ളൊരു മെയിൻ ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ. Then the French Revolution in particular influenced the whole Europe by promoting new political ideas അല്ലേ. എന്തൊക്കെയാണ് ന്യൂ പൊളിറ്റിക്കൽ ഐഡിയാസ്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഓക്കെ, then paragraph 2 നിങ്ങൾക്ക് എന്താ പറയുന്നത്? At first French Revolution was welcomed by many English thinkers because it supported ideas like freedom and equality അല്ലേ. അതായത് കുറേ ഇംഗ്ലീഷ് പോയിറ്റ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ്, ഇംഗ്ലീഷ് തിങ്കേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഐഡിയാസിനെ. പക്ഷേ ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ വാസ് വൈഡ്ലി അപ്രിഷിയേറ്റഡ് അല്ലേ. അതായത് ഡിക്ലറേഷൻ ഓഫ് മാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലേ, ഓരോ ഇൻഡിവിജ്വൽസിനും അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. സോ അത് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഓക്കെ, അതുപോലെ എഡ്മണ്ട് ബർക്ക് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്ത്? തിങ്കേഴ്സ് ലൈക്ക് എഡ്മണ്ട് ബർക്ക് ക്രിട്ടിസൈസ്ഡ് ദ റെവല്യൂഷൻ വൈൽ തോമസ് പെയിൻ ഡിഫെൻഡഡ് ഇറ്റ് ആൻഡ് സപ്പോർട്ടഡ് ഡെമോക്രാറ്റിക് ഐഡിയാസ് അല്ലേ. ജനാധിപത്യപരമായിട്ടുള്ള ഐഡിയാസിനെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തോമസ് പെയിനൊക്കെ.
ദെൻ അനദർ തിങ്കറാണ് നമ്മുടെ വില്യം ഗോഡ്വിൻ. വില്യം ഗോഡ്വിൻ ബിലീവ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഇക്വാലിറ്റി ആൻഡ് ഈവൻ ഇമാജിൻഡ് എ സൊസൈറ്റി വിത്തൗട്ട് ഗവൺമെൻറ്, അല്ലേ? ഒരു ഗവൺമെൻറ് ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണ് ഇക്വാലിറ്റിക്ക് പറ്റിയത് എന്നാണ് ബിലീവ് ചെയ്തത്. ആര്? നമ്മുടെ വില്യം ഗോഡ്വിൻ. ഓക്കെ. ദെൻ എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബ്രോട്ട് മേജർ എക്കണോമിക് ചേഞ്ചസ്. ഓക്കെ, അതായത് അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം എന്തായാലും അവിടെ ഒരു എക്കണോമിക് ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ, അല്ലേ? അതായത് എക്കണോമിക്കൽ ചേഞ്ചസ്, നമ്മുടെ പൈസ കൂടുതൽ നമുക്ക് കിട്ടാൻ തുടങ്ങും. സോ ഒരു എക്കണോമിക് ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ട്. ഇൻവെൻഷൻ ഓഫ് ജെയിംസ് വാട്ട്സ് സ്റ്റീം എൻജിൻ, ഞാൻ പറഞ്ഞു അല്ലേ, സ്റ്റീം എൻജിൻ. ജെയിംസ് വാട്ട്സ് ആണ് സ്റ്റീം എൻജിൻ കൊണ്ടുവന്നത്. വാട്സൺ സ്റ്റീം എൻജിൻ കൊണ്ടുവന്നത് നമ്മുടെ ജെയിംസ് വാട്സൺ ആണ്. അതിൻ്റെ കണ്ടുപിടുത്തം എന്താണ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ചേഞ്ച്ഡ് ദ പേസ് ഓഫ് ലൈഫ്, അല്ലേ? അതായത് അന്നത്തെ കിട്ടായിരുന്ന പ്രൊഡക്ട്സിൻ്റെ ലഭ്യതകൾ കൂട്ടാൻ തുടങ്ങി, അല്ലേ? അതുപോലെ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മുടെ ലൈഫിൽ തന്നെ ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ദെൻ സൊസൈറ്റി ബിക്കെയിം ഡിവൈഡഡ് ഇൻ ടു റിച്ച് ആൻഡ് പുവർ, അല്ലേ? ഇത് വന്നതോടുകൂടി തന്നെ ഒരു രണ്ട് തരത്തിലൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ അവിടെ കാണാൻ തുടങ്ങി. എന്ത്? ഒരു റിച്ചും പുവറും തമ്മിലൊരു ക്ലാസ് ഡിവിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകൾ ഫോം ചെയ്തു എന്ന്. അപ്പോൾ റിച്ച് പുവർ എന്നുള്ളൊരു ക്ലാസ് ഡിവിഷൻ അവിടെ വരാൻ തുടങ്ങി, ഡിവിഷൻ. ദെൻ ആൻഡ് മെനി പീപ്പിൾ ബിക്കെയിം വേജ് ഏണേഴ്സ് വിത്തൗട്ട് പ്രോപ്പർട്ടി, അല്ലേ? അതായത് ഒരു പ്രോപ്പർട്ടി, ലാൻഡ് ഓണേഴ്സ് അവിടെ നഷ്ടപ്പെട്ടു നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ പോയതോടുകൂടി തന്നെ ഭൂമിയോടുള്ള അവകാശം അവർ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് കൂലി മാത്രമായി മാറി. ഒരു പ്രോപ്പർട്ടി അവർക്ക് ഉണ്ടായിരുന്നില്ല, കൂലി മാത്രം കിട്ടുന്ന ഒരു രീതിക്കായിട്ട് അവർ മാറി. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് എന്തിലേക്കൊക്കെ നയിച്ചു? നമുക്കവിടെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ്സും ഉണ്ട്, അല്ലേ? അതായത് അൺഎംപ്ലോയ്മെൻറ്റ്, ആളുകൾക്ക് ജോലി കുറയാൻ തുടങ്ങി. ദെൻ അർബനൈസേഷൻ, അല്ലേ? അതായത് സിറ്റി ലൈഫിലേക്ക് ഉള്ള ഒരു ചേഞ്ച്. ദെൻ പുവർ വർക്കിംഗ് കണ്ടീഷൻസും ഇതിൻ്റെ സിറ്റുവേഷനും ഭയങ്കര പുവർ ആയിരുന്നു. സോ ദീസ് പ്രോബ്ലംസ് കോസ്റ്റ് റയോട്ട്സ് ആൻഡ് സോഷ്യൽ അൺറെസ്റ്റ് ലീഡിങ് ടു റീഫോംസ് ലൈക്ക് ദ റീഫോം ബിൽ. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ്, അതായത് ഈ ജോലിയില്ലായ്മ, സിറ്റി ലൈഫിലേക്കുള്ള ചേഞ്ചസ്, അതായത് പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, ക്ലാസ് ഡിവിഷൻസ്, ഇതൊക്കെ ഭയങ്കര തരത്തിലുള്ള റയോട്ട്സ്, അവിടെ കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഒരു അൺറെസ്റ്റ്, അല്ലേ? ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ടൈമിലേക്ക് മാറാൻ തുടങ്ങി. സോ ഇതൊക്കെ കാരണമാണ് നമ്മുടെ ബില്ലായിട്ടുള്ള റീഫോം ബില്ലിൻ്റെ പാസിങ്ങിനൊരു കാരണമായി വന്നിട്ടുള്ളത്. ഓക്കെ, റീഫോം ലൈക്ക് ദ റീഫോം ബിൽ. ഓക്കെ, അതൊരു റീഫോം എന്ന പുതിയൊരു മാറ്റം, ആ ബില്ല് ഒരു പുതിയ മാറ്റമായിട്ട് കൊണ്ടുവന്നു. So romantic writers reacted against this harsh reality by turning towards nature and simple life, അല്ലേ? പക്ഷെ റൊമാൻറ്റിക് പോയിറ്റ്സ് എന്താണ്? അവർ കൂടുതലും നേച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, സിംപ്ലിസിറ്റിക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോ അവരതിന് പ്രധാനമായിട്ടും എഗെയിൻസ്റ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനെതിരെയാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായിരുന്നു സോഷ്യൽ ആൻഡ് ഗ്ലോബൽ ചേഞ്ചസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദർ വർ ഓൾസോ important developments in exploration and global contact. Okay, for example, Captain James Cook's voyages introduced new lands and cultures. അതായത് നമ്മുടെ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അദ്ദേഹം പല തരത്തിലുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വോയേജസ്, കടൽ യാത്രകൾ, കപ്പൽ യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പുതിയ തരത്തിലുള്ള ലാൻഡ്സും, അല്ലേ? അവർ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം അവരുടെ യാത്രാ വിവരണങ്ങൾ കുറിപ്പുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ആ വർക്കുകൾ, അല്ലെങ്കിൽ ജെയിംസ് കുക്കിൻ്റെ എന്താ പറയുക, വർക്ക്സുകൾ പുതിയ തരത്തിലുള്ള നേച്ചറിൻ്റെ എന്താ പറയുക, ലാൻഡ്സ് ആൻഡ് കൾച്ചേഴ്സ്, അല്ലേ? അന്ന് നിലനിന്നിരുന്ന കൾച്ചേഴ്സിനൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ദെൻ ദീസ് ഡിസ്കവറീസ് മെയ്ഡ് പീപ്പിൾ റീതിങ്ക് സൊസൈറ്റി ആൻഡ് ഹ്യൂമനിറ്റി. ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ എന്താണ്? അന്നത്തെ സൊസൈറ്റിക്ക് ഒന്നും കൂടി ചിന്തിക്കാൻ, ഒരു റീതിങ്ക് ചെയ്യാനും, ദെൻ ഹ്യൂമൻ ലൈഫിനെ എങ്ങനെയാണ് ഒന്നും കൂടിയും സിമ്പിളായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുക എന്നൊക്കെ ഒന്നും കൂടി റീതിങ്ക് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ജെയിംസ് കുക്കിൻ്റെ വോയേജസ്. ഓക്കെ, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ ഗ്രോത്ത് ഓഫ് പബ്ലിക് ഒപ്പീനിയൻസ് ആൻഡ് ലിറ്ററേച്ചർ, അല്ലേ?
During this period, pamphlets and periodicals become important tools for discussing political and social issues. അല്ലേ, പാംഫ്ലെറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് വന്നിട്ടുള്ള ലിറ്ററേച്ചറിൽ എന്താ പറയുക, ഒരു റൈറ്റിങ്സ് ആണ് അതൊക്കെ. സോ അതൊക്കെ പൊളിറ്റിക്കലും സോഷ്യൽ, അതായത് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരുന്ന ഇഷ്യൂസിനൊക്കെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള വർക്കുകളൊക്കെ വന്നത്. സോ അതെല്ലാം ഒരു ടൂളായി മാറി. അത് പൊളിറ്റിക്കൽ ഇഷ്യൂസും സോഷ്യൽ ഇഷ്യൂസും ഒക്കെ എന്താ പറയുക, തുറന്നു കാണിക്കുന്ന ഒരു ടൂളായിട്ട് മാറാൻ തുടങ്ങി. ഡിബേറ്റ്സ് അബൌട്ട് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് റീഫോംസ് വർ വൈഡ്ലി സർക്കുലേറ്റഡ്. അല്ലേ, അതായത് ഫ്രഞ്ച് റെവല്യൂഷനെതിരെയുള്ള ഡിബേറ്റ്സ് ഒക്കെ അവിടെ വൈഡ്ലി പോപ്പുലേഷൻ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ പോപ്പുലേറ്റഡ് ആയി. ഓക്കെ, ദെൻ റെവല്യൂഷൻസ് ആൻഡ് റീഫോം വർ വൈഡ്ലി സർക്കുലേറ്റഡ് മീൻസ് പോപ്പുലർ ആയതോടുകൂടി തന്നെ അവർ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി റീഫോം ബിൽസൊക്കെ. ദിസ് ഇൻക്രീസ്ഡ് പബ്ലിക് അവയർനെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ മാറ്റേഴ്സ്. അപ്പോൾ ആളുകൾ കുറച്ചും കൂടി ബോധവാന്മാരായി, അങ്ങനെ ഒരു പബ്ലിക് അവയർനെസ് കൂടി അവിടെ വരാൻ തുടങ്ങി. സോ ലിറ്ററേച്ചർ എന്ത് ചെയ്തു, ലിറ്ററേച്ചറിലും ഒരു പ്രധാനപ്പെട്ട മാറ്റം കൊണ്ടുവരാൻ തുടങ്ങി. ഫോക്കസ് ഷിഫ്റ്റഡ് ഫ്രം എലൈറ്റ് സബ്ജക്ട്സ് ടു കോമൺ പീപ്പിൾ. അങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഏജ് ആയിട്ടുള്ള നിയോ ക്ലാസിക്കൽ ഏജ് നമ്മൾ പറഞ്ഞു അത്രയും ഉയർന്ന ക്ലാസ്സിലെ ആളുകൾക്കുള്ള ലിറ്ററേച്ചർ ആയിരുന്നു എന്നുള്ളത്. സോ റൊമാൻറ്റിക് ഏജിലേക്ക് വന്നപ്പോൾ എന്താണ്, ആളുകൾ കോമൺ ലൈഫ് അല്ലെങ്കിൽ കോമൺ മാനിൻ്റെ ലൈഫ് കൂടി എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഷിഫ്റ്റ് നടന്നു അല്ലേ. ഫോക്കസ് ഷിഫ്റ്റഡ് ഫ്രം എലൈറ്റ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് ഗ്രൂപ്പ്സ് ടു കോമൺ പീപ്പിളിലെ ആളുകൾക്ക് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി. ദെൻ റൈറ്റേഴ്സ് ബിഗിൻ എക്സ്പ്രസിങ് പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. റൊമാൻറ്റിക് ഏജിലെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇമാജിനേഷൻ, അതുപോലെ പേഴ്സണൽ എക്സ്പീരിയൻസ്, തോട്ട്സ് ഒക്കെയാണ് കേട്ടോ. സോ ഇതിന് മുന്നേ ഉള്ള വർക്ക്, അതായത് നിയോ ക്ലാസിക്കൽ ഏജിലെ വർക്കുകൾ എന്നൊക്കെ പറയുന്നത് ബുദ്ധി വെച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അതായത് ഇൻ്റലിജൻറ്റ് വർക്ക്സ് ആണ്. സോ റൊമാൻറ്റിക് ഏജിൽ അവർ എഴുതിയത് എന്താണ്, റൈറ്റേഴ്സ് എഴുതിയത് അവരുടെ ഹൃദയം വെച്ചിട്ടാണ്. ദേ റോട്ട് ഫ്രം ദെയർ ഹാർട്ട്. ബട്ട് ഇൻ ദ നിയോ ക്ലാസിക്കൽ ഏജ് ദ റൈറ്റേഴ്സ് റോട്ട് ഫ്രം ദെയർ ഹെഡ്. ഓക്കെ, അത് ഒരു മേജർ ഡിഫറൻസ് ആണ്. ആളുകൾ, അതായത് റൈറ്റേഴ്സ്, റൊമാൻറ്റിക് പോയിറ്റ്സ് എഴുതിയിരുന്നെങ്കിൽ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എഴുതിയത് അവരുടെ ഹൃദയം വെച്ചിട്ടാണ്. ദേ റോട്ട് ഫ്രം ദെയർ ഹാർട്ട് ആൻഡ് ദേ ഫോക്കസ്ഡ് മോർ ഓൺ ഇമാജിനേഷൻ, പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് തോട്ട്സ്. ഓക്കെ, അതുപോലെ ഇമോഷൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയേ ഉള്ളൂ. റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത് സിമ്പിൾ ലൈഫിനെയും നേച്ചറിനെയും നമ്മുടെ ചുറ്റും കാണുന്ന എൻവയോൺമെൻറ്റിനെയും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ആളുകൾ മീൻസ് റൈറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. അതുപോലെ എന്താ പറയുക, കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ദേ നോട്ട് അറ്റ് ഓൾ റോട്ട് the things in the language of the elite people, but they wrote അല്ലെങ്കിൽ they used the language of common people. ഓക്കെ, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് കോമൺ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. സിംപ്ലിസിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അതിനൊക്കെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡെഫിനിഷൻ ഓഫ് റൊമാൻറ്റിസിസം. ഓക്കെ, ഇനി ആ ടേമാണ് റൊമാൻറ്റിസിസത്തിൻ്റെ റൊമാൻറ്റിസിസം എന്നുള്ള ടേം എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ പറ്റും ഡെഫിനിഷൻ ഓഫ് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞിട്ട് കുറച്ച് 2-3 പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഐ വിൽ ഗിവ് യു സമ്മറൈസ്ഡ് വേർഷൻ ഓഫ് ദാറ്റ് ടെക്സ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റിന് നിങ്ങൾക്ക് എറ്റിമോളജി ആൻഡ് ഒറിജിൻ ഓഫ് ദ ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെ നിന്നാണ് ആ ടേം റൊമാൻറ്റിസിസം എന്നുള്ള ടേം ഒറിജിൻ ചെയ്തത് എന്നുള്ളത് കാണാൻ പറ്റും. ദ ടേം റൊമാൻറ്റിസിസം ഈസ് ഹിസ്റ്റോറിക്കലി കോംപ്ലെക്സ് വിത്ത് F.L. Lucas nothing over 11,000 definitions. F.L. ലൂക്കാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ, ഒരു റൈറ്റർ 11,000-ൽ കൂടുതൽ ഡെഫിനിഷൻസ് ഈ ടേം ആയിട്ടുള്ള റൊമാൻറ്റിസിസത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ അത് ഹിസ്റ്റോറിക്കലി ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു വേർഡാണ് നമ്മുടെ
എന്ത് റൊമാൻറ്റിസിസം എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് റൂട്ട്സ് ക്യാൻ ബി ട്രാക്ഡ് ബാക്ക് ടു എങ്ങോട്ട് പോകാം നമുക്ക്? ഇനി റൊമാൻറ്റിസിസം എന്നുള്ള വേർഡിനെ നമുക്ക് ഒന്ന് എന്താ പറയുക, ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. റൊമാൻറ്റിസിസം, ഓക്കെ, റൊമാൻറ്റിസിസം അല്ലേ, ഈ റോം, ഓക്കെ, ആൻഡ് സിസം അല്ലേ, റോം. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റോമിൽ നിന്നാണ് അതിൻ്റെ ഒരു ഒറിജിൻ എന്നുള്ളത്. ഓക്കെ, സോ റോം, ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഫ്രം റോം ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ഡിവിഷൻസ് ഓഫ് 7th and 8th century യൂറോപ്പ്. ഓക്കെ, ദെൻ ലിംഗ്വ റൊമാൻഡ്രൂറിക്ക എന്നുള്ളതാണ്. ദിസ് വാസ് എ ഗ്രൂപ്പ് ഓഫ് വൾഗർ ലാറ്റിൻ ഡയലക്ട്സ് ഫ്രം വിച്ച് റൊമാൻസ് ലാംഗ്വേജ്, അതായത് ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ് ഇത്രയും ആയിട്ടുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ റൊമാൻസ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വേർഡും കൂടിയാണ് നമ്മുടെ റൊമാൻറ്റിസിസം എന്നുള്ളത്. ഇനി എവല്യൂഷൻ ഓഫ് മീനിങ്, എങ്ങനെയാണ് നമ്മുടെ റൊമാൻറ്റിക് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്നുള്ള വേർഡിലേക്കുള്ള ആ ഒരു എവല്യൂഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ലേറ്റ് 17th century റൊമാൻറ്റിക് വാസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് തിങ്സ് വിത്ത് ബിസെയർ അല്ലെങ്കിൽ ബിസെയർ ക്വാളിറ്റീസ്. വെൻ അപ്ലൈഡ് ടു ലിറ്ററേച്ചർ സച്ച് ആസ് ഷേക്സ്പിയർ ഇറ്റ് മെൻറ്റ് ദ റൈറ്റർ വാസ് നോട്ട് നിയോ ക്ലാസിക്കൽ. ഓക്കെ, അതായത് അതിൻ്റെ ടേമിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. പണ്ടൊക്കെ അല്ലെങ്കിൽ ബിസെയർ എന്ന് നമ്മൾ പറഞ്ഞല്ലേ, ബിസെയർ എന്ന് പറയുമ്പോൾ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് ബിസെയർ എന്ന് പറയുന്നത്. സോ ലേറ്റ് 17th century റൊമാൻറ്റിക് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ലിറ്ററേച്ചറിലേക്ക് അത് അപ്ലൈ ചെയ്തപ്പോൾ ഷേക്സ്പിയർ ഒക്കെ യൂസ് ചെയ്തത് എന്താണ്? ഷേക്സ്പിയർ ഒക്കെ പറഞ്ഞത് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് നോൺ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആണ്, നോട്ട് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. അതായത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൽ തന്നെ റൊമാൻറ്റിക് റൈറ്റേഴ്സിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ടേം കൊണ്ടുവന്നു എന്ന് മാത്രം. റൊമാൻറ്റിക് ഏജിൽ ആൾക്കാർ കൊണ്ടുവന്നു എന്ന് മാത്രം. നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടതും ഇത്രയേ ഉള്ളൂ. അതായത് റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവർ കൂടുതൽ ഇറങ്ങിച്ചെന്നത് കോമൺ ആയിട്ടുള്ള പീപ്പിളിൻ്റെ ഇടയിലേക്കായിരുന്നു. ആര്? നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സ്. ദേ ആർ അല്ലെങ്കിൽ ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ കോമൺ മാൻസ് ലൈഫ്, കോമൺ ലാംഗ്വേജ്, കോമൺ പീപ്പിൾസ് ഇമോഷൻസ്, ഫീലിങ്സ്, ഇമാജിനേഷൻ, തോട്ട്സ് ആൻഡ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കോർ ഫിലോസഫീസ് എന്തൊക്കെയാണ്? ദ ടെക്സ്റ്റ് ഹൈലൈറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ദ ഇൻഡിവിജ്വൽ, ദെൻ ഇമാജിനേഷൻ ഓവർ റീസൺ. അതായത് ഞാൻ പറഞ്ഞു, ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ആളുകൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ഗ്രൂപ്പിന് മാത്രം അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റൊമാൻറ്റിക് ഏജിലെ ആൾക്കാർ എന്താണ്? ഇൻഡിവിജ്വൽസിന് അല്ലേ, ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ലിറ്ററേച്ചർ ബിക്കെയിം ആൻ എക്സ്പ്രഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ് യുണീക്ക് ഫീലിങ്സ് ആൻഡ് പർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ്സ് അല്ലേ. ഓരോ വ്യക്തികളും അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും എല്ലാം വ്യത്യസ്തമായിരിക്കും. സോ ഓരോരുത്തരുടെയും ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പ്ലേസിങ് ദ പേഴ്സൺ അറ്റ് ദ സെൻറ്റർ ഓഫ് ഓൾ ലൈഫ് ആൻഡ് ആർട്ട് അല്ലേ. ആ ഒരു നമ്മുടെ സൊസൈറ്റിയിലെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളുമാണ്, അതൊരു ഗ്രൂപ്പ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇമാജിനേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അൺലൈക്ക് ദ ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ നിയോ ക്ലാസിക്കൽ ഏജിനെയാണ് ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നത്. സോ ഏജ് ഓഫ് റീസണിനെ അതിൻ്റെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇമാജിനേഷൻ, നമ്മുടെ ഭാവനയ്ക്കാണ് അല്ലേ. എന്തും തുറന്നെഴുതാം എന്നുള്ളൊരു എന്താ പറയുക, ഒരു കോൺസെപ്റ്റിലേക്ക് റൊമാൻറ്റിക് റൈറ്റേഴ്സ് വന്നു. ഇതിനെ തൊട്ടുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രിക്റ്റ് റൂൾസ് അവിടെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സ് പറഞ്ഞിരുന്നത് വി ക്യാൻ റൈറ്റ് എനിത്തിങ്. അതേപോലെ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്, എന്താ പറയുക, പോയട്രി ഈസ് ദ ഓവർഫ്ലോ ഓഫ് അവർ സ്പോണ്ടേനിയസ് ഇമോഷൻ അല്ലേ. അതായത് നമ്മുടെ പെട്ടെന്നുള്ള ഇമോഷൻസ് അല്ലേ, പുറത്തു പോകുന്ന ആ ഒരു അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഓവർഫ്ലോ ഓഫ് അവർ സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്നാണ്. ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സിൻ്റെ ഇമോഷൻസിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓവർഫ്ലോ ആണ് പോയട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തും നമുക്ക് അവിടെ തുറന്ന് എഴുതാം എന്നുള്ളതാണ് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിരുന്നത്. സോ ഇമാജിനേഷൻ അവിടെ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സബ്ജക്റ്റിവിറ്റി, ഓരോരുത്തർക്കും റൊമാൻറ്റിക് റൈറ്റർ ഈസ് വൺ ഹൂ ഇൻസിസ്റ്റ് ഓൺ ദെയർ ഓൺ യൂണീക്നെസ്. അതായത് നമുക്ക് റൊമാൻറ്റിക് ഏജിലെ ആൾക്കാർ എഴുതിയിട്ടുള്ള റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം പോയറ്റ്സിൻ്റെ ദെയർ ഓൺ
എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവരവരുടെ ജീവിതത്തിൽ വിക്ടിം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരവരുടെ റൈറ്റിങ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ സബ്ജക്റ്റിവിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്ത് പറയാം, ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി, ഇമാജിനേഷൻ, സബ്ജക്റ്റിവിറ്റി. ഓക്കെ, ഇത്രയും ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് വ്യൂഡ് ദ മൂവ്മെൻറ്റ് ത്രൂ വേരിയസ് ലെൻസസ്. പലരും പല രീതിയിലാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. അതായത് മാഡം ഡി സ്റ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞിരുന്നത് എന്താണ്, ഇൻട്രൊഡ്യൂസ്ഡ് ജർമ്മൻ റൊമാൻറ്റിസിസം ടു ഫ്രാൻസ്. ജർമ്മനിലുണ്ടായിരുന്ന റൊമാൻറ്റിസിസം ഫ്രാൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. എംഫസൈസിങ് മിഡീവിയൽ ആൻഡ് ക്രിസ്ത്യൻ ക്വാളിറ്റീസ് ഓവർ ദ aridity of 18th century rationalism. Then Victor Hugo പറഞ്ഞിട്ടുള്ളത് famously described romanticism as liberalism in literature. ലിറ്ററേച്ചറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തിനെയാണ് വിക്ടർ ഹ്യൂഗോ എന്ത് പറഞ്ഞിട്ടുള്ളത്, റൊമാൻറ്റിസിസം എന്നുള്ള ടേം കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഗോത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഗോത്തെ offered a psychological distinction defining classic as good health and romantic as skinness എന്നുള്ളത്. അതായത് നമ്മുടെ തൊട്ടറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് റൊമാൻറ്റിക് ഏജിലെ ആൾക്കാർ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഗോത്തെ പറഞ്ഞിട്ടുള്ളത്. ഹീൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹീൻ വ്യൂഡ് ദാറ്റ് ദ മൂവ്മെൻറ്റ് ആസ് എ സെലിബ്രേഷൻ ഓഫ് ആൻ ഓപ്പൺ ഹാർട്ട്, അല്ലെ, ഒരു തുറന്ന മനസ്സിൻ്റെ സെലിബ്രേഷനാണ് റൊമാൻറ്റിസിസം എന്നാണ് ഹീൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ 1-2 ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ ഒക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ എന്താണ് മെയിൻ ആയിട്ടുള്ള സ്കോപ്പും മെയിൻ ആയിട്ടുള്ള ഇമ്പാക്റ്റും എന്താ നിങ്ങൾ പറയാം, റൊമാൻറ്റിക് ഏജിൻ്റെ മെയിൻ സ്കോപ്പ് എന്താണ്? ദ മൂവ്മെൻറ്റ് സ്പ്രെഡ് ത്രൂ വെസ്റ്റേൺ യൂറോപ്പ് ഡ്യൂറിങ് ദ 18th and 19th century. ഓക്കെ, സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റിംഗ് നോട്ട് ജസ്റ്റ് ലിറ്ററേച്ചർ ബട്ട് ഓൾസോ ആർട്ട്, മ്യൂസിക്, ഫിലോസഫി, റിലീജിയൻ, പൊളിറ്റിക്സ്, അല്ലേ. അതായത് ലിറ്ററേച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നില്ല റൊമാൻറ്റിക് ഏജിലെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ദേ ഓൾസോ ഫോക്കസ്ഡ് ഓൺ ആർട്ട്, മ്യൂസിക്, ഫിലോസഫി, റിലീജിയൻ, പൊളിറ്റിക്സ്, എല്ലാ തരത്തിലുള്ള ഫീൽഡിലും റൊമാൻറ്റിക് റൈറ്റേഴ്സ് കൈവച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അവർ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ പറയാനുള്ളത്. ഓക്കെ സ്റ്റുഡൻസ്, സോ ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്, അതായത് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം. ഓക്കെ, സോ നമ്മളിതിന് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അല്ലേ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, റൊമാൻറ്റിക് ഏജിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് സംസാരിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിക് ഏജ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് കണക്റ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാറ്റിലും അതിൻ്റേതായ മെയിൻ ഫോക്കസ് ഏരിയകളാണ് പറയുന്നത്. റൊമാൻറ്റിക് ഏജ് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് എല്ലാറ്റിലും പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും തൊട്ട് മുന്നിലെ ഏജിനെ ചിലപ്പോൾ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ റൊമാൻറ്റിക് ഏജിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഏജ് എന്ന് പറയുന്നത് നമ്മുടെ നിയോ ക്ലാസിക്കൽ ഏജ് ആണ്, അല്ലേ, അതിനല്ലെങ്കിൽ ഏജ് ഓഫ് റീസൺ എന്നും പറയും. സോ നമ്മുടെ റൊമാൻറ്റിക് ഏജ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് ദേ റിജക്റ്റഡ് ദ റിജിഡ് ആർട്ടിഫിഷ്യൽ കൺവെൻഷൻസ് ഓഫ് നിയോ ക്ലാസിക്കൽ പീരിയഡ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു തൊട്ട് മുന്നേ ഉള്ള നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള റിജിഡ് റൂൾസിനും കൺവെൻഷൻസിനൊക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു ഏജ് ആയിരുന്നു, അല്ലേ. ഒരാൾക്ക് ഇന്നത് ചെയ്യാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രിക്റ്റ് റൂൾസുമായിട്ട് ഫോളോ ചെയ്തിട്ടേ ഓരോന്ന് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റൊമാൻറ്റിക് ഏജിലെ ആളുകൾ അല്ലെങ്കിൽ റൈറ്റേഴ്സ് പറഞ്ഞത് ദേ വാണ്ട് ഫ്രീഡം, അല്ലേ, ദേ നീഡ് ഫ്രീഡം. സോ അവർക്ക് ഫ്രീഡം വേണം. സോ അന്ന് നിലനിന്നിരുന്ന പലതരത്തിലുള്ള റിജിഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കൺവെൻഷനെ അവർ അപ്പാടെ റിജക്ട് ചെയ്തു. ഓക്കെ, സോ ഫോർ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ദേ റിജക്റ്റഡ് ദ റിജിഡ് ആർട്ടിഫിഷ്യൽ കൺവെൻഷൻ ഓഫ് നിയോ ക്ലാസിക്കൽ പീരിയഡ്. ഓക്കെ, ദെൻ MC ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നിങ്ങൾ എക്സാമിന് MC എന്നൊന്നും എഴുതരുത്, നിയോ ക്ലാസിക്കൽ പീരീഡ് കേട്ടോ. നിയോ ക്ലാസിക്കൽ പീരീഡിലെ ആളുകൾ എങ്ങനെയാണ് കണ്ടിരുന്നത്, ദേ വ്യൂഡ് ആർട്ട് ആസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ലൈഫ്, അല്ലേ. അതായത് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ എങ്ങനെ ജീവിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് ഒരു ഇമിറ്റേഷൻ ഓഫ് ലൈഫ് എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് ആർട്ടിനെ കണ്ടിരുന്നത്, ദേ
viewed art as an internal organic process. അത് ആർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടും ലിറ്ററേച്ചറും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് ഇന്റേണൽ, അതൊരു ഓർഗാനിക് പ്രോസസ്സ്, അത് നാച്ചുറൽ പ്രോസസ്സാണ്. അതൊരു ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ പ്രോസസ്സ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ആൻഡ് ഓർഗാനിക് പ്രോസസ്സ് എന്നാണ് റൊമാൻറ്റിസിസം ആർട്ടിനെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ദെൻ റൊമാൻറ്റിക് ഏജിലെ പോയട്രി എന്ന് പറയുന്നത് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. The source of poetry moved from being an acquired skill into an inborn gift. Okay, അതായത് source of poetry എന്നുള്ളത് acquired skill, അതായത് അതായത് നിയോ ക്ലാസിക്കൽ പീരീഡിലെ ആളുകൾ പറഞ്ഞിരുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കഴിവുണ്ടായിരിക്കണം. പോയട്രി എഴുതാനും അല്ലെങ്കിൽ പ്രോസ് എഴുതാനൊക്കെ പ്രത്യേക തരം കഴിവുണ്ടായിരിക്കണം. ആ കഴിവ് നമ്മൾ പ്രാക്ടീസിലൂടെ കൊണ്ടുവരേണ്ടതാണെന്നാണ് നിയോ ക്ലാസിക്കൽ ഏജിലെ റൈറ്റേഴ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ റൊമാൻറ്റിക് ഏജിലേക്ക് വരുമ്പോൾ റൊമാൻറ്റിക് റൈറ്റേഴ്സ് പറഞ്ഞിരുന്നത് പോയട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അക്വയർഡ് സ്കില്ലല്ല, ബട്ട് ഇറ്റ്സ് ആൻ ഇൻബോൺ ടാലൻറ്റ് അല്ലെങ്കിൽ ഇൻബോൺ ഗിഫ്റ്റ്. അതായത് നമ്മൾ ജന്മനാ നമുക്ക് കിട്ടുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു വാസനയാണ് നമ്മുടെ പോയട്രി എന്ന് പറയുന്നത്. അത് എല്ലാവരുടെയും ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, റൊമാൻറ്റിക് ഏജിലെ ആളുകൾ പറയുന്നത്. സോ സോഴ്സ് ഓഫ് പോയട്രി മൂവ് ഫ്രം ബീങ് ആൻ അക്വയർഡ് സ്കിൽ ഇൻ ടു ആൻ ഇൻബോൺ ഗിഫ്റ്റ്, അല്ലേ? ഒരു അക്വയർഡ് ഗിഫ്റ്റ് അല്ലെങ്കിൽ അക്വയർഡ് സ്കില്ല് എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നും എങ്ങോട്ട് മാറി, ഇൻബോൺ ഗിഫ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറി. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ഈ സോഴ്സ് ഓഫ് പോയട്രി ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ഒരു സെയിം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോട്ട് ഉണ്ട്. അതായത് പോയട്രി ഈസ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് പോയട്രി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. സോ നിങ്ങൾക്ക് ഇത് എല്ലാ തരത്തിലും റൊമാൻറ്റിക് ഏജിൽ എന്ത് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എസ്സേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ ഇത്. എപ്പോഴും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പോയട്രി ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്, അല്ലേ? അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന നമ്മുടെ ഒരു ഓവർഫ്ലോ ആണ്. അതല്ല ഇങ്ങനെ കുറേ കാലത്തിന് ഇങ്ങനെ കാലമായി നമ്മൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതല്ല. അപ്പം നമുക്ക് തോന്നുന്നത് എന്താണോ, അപ്പത്തെ ഫീലിങ്സ്, അപ്പത്തെ ഇമോഷൻസ് എന്താണോ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പോയട്രി എന്ന് അത് അപ്പം നമുക്ക് തോന്നുന്ന ഫീലിങ്സ് എഴുതുന്നതാണ് നമ്മുടെ പോയട്രി എന്നതാണ് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് റൊമാൻറ്റിക് പോയറ്റ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്താണ്, റോൾ ഓഫ് ഇമാജിനേഷൻ. അതായത് ദ റോൾ ഓഫ് ഇമാജിനേഷൻ ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ റൊമാൻറ്റിക് പോയട്രി. ഓക്കെ, അതായത് ഭാവനയ്ക്ക് അതിപ്രസക്തമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് ഭാഗം തന്നെയാണ് റൊമാൻറ്റിക് പോയട്രിയിലുള്ളത്. അതായത് അവർ റൊമാൻറ്റിക് പോയറ്റ്സ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കിയെങ്കിൽ കീറ്റ്സ്, നമ്മുടെ ഷെല്ലി, വില്യം വേർഡ്സ്വർത്ത്, അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സ് ആയിട്ടുള്ളത്. സോ അവരുടെയൊക്കെ പോയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ഭാവനകളാണ്. നമുക്ക് തോന്നുന്നത് എന്താണോ, ഇപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ വേറൊരു കാര്യമായിട്ട് ഉപമിച്ച് പറയലും അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്നതും. പോയട്രി എന്ന് പറയുന്നത് പോയറ്റ്സിൻ്റെ ലൈഫിനെയും കൂടിയാണ് അവർ പ്രതിപാദിച്ചിരുന്നത്. സോ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഭാവന എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടർ നമുക്ക് റൊമാൻറ്റിക് ഏജിൽ കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ, നമ്മുടെ നേച്ചറിൻ്റെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കീറ്റ്സിൻ്റെ ഓഡ് ടു ഓട്ടം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അത് നേച്ചറിൽ കാണുന്ന സകലമായ കാര്യങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് ആ പോയത്തിൽ അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാണാൻ പറ്റും, കിളികളുടെ ശബ്ദം, ലാൻഡ്സ്കേപ്പിൻ്റെ ബ്യൂട്ടി, സീനിൻ്റെ ബ്യൂട്ടി, അതുപോലെ എന്താ പറയുക നമ്മുടെ ചുറ്റുപാടും കാണുന്ന മരങ്ങൾ, അതുപോലെ ചെടികൾ, എല്ലാറ്റിൻ്റെയും ബ്യൂട്ടി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ജോൺ കീറ്റ്സ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു അപ്രിസിയേഷൻ ഓഫ് നേച്ചറിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന കുറേ വർക്കുകൾ നമുക്ക് റൊമാൻറ്റിക് ഏജിൽ കാണാം. സോ എന്തൊക്കെയാണ് ഇമാജിനേഷൻ, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചറിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെയാണ് സൂപ്പർ നാച്ചുറൽ എലമെൻസിൻ്റെ പ്രാധാന്യം കൂടി. നമുക്കറിയാലേ സൂപ്പർ നാച്ചുറൽ പവർ എന്താണ്, നമുക്ക് കാണാൻ പറ്റാത്തത്, നമ്മുടെ ചുറ്റുപാടും ഇല്ല, പക്ഷെ അത്
അദൃശ്യ സാന്നിധ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഡെലൂലുവിൻ്റെ സിനിമ അല്ലേ, ആ സിനിമയുടെ പേര് ഇപ്പം എന്തായിരുന്നു? ഓക്കെ, നമ്മുടെ നിവിൻ പോളിയുടെ സിനിമ ഉണ്ടല്ലോ അത്. അപ്പോൾ അതിൽ ഡെലൂലു പറയുന്നൊരു നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതല്ല അല്ലേ, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ നടക്കലും അവരുമായിട്ട് സംസാരിക്കലും. സോ അങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ അതായത് റൊമാൻറ്റിക് ഏജിലെ ലാംഗ്വേജും സ്റ്റൈലും എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നേ ഉള്ള ഏജ് ഓഫ് റീസണിലെ റൈറ്റേഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്ലിസിയാസ്റ്റിക് ലെവലിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹൈ ക്ലാസ് ആളുകളുടെ ലാംഗ്വേജുകളൊക്കെ ആയിരുന്നു ലിറ്ററേച്ചറിൽ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ റൊമാൻറ്റിക് ഏജിലെ ലിറ്ററേച്ചർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? കോമൺ പീപ്പിൾ അല്ലേ, ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വായിക്കാനും പറ്റുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ആയിരുന്നു നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ അത് എവറിഡേ സ്പീച്ച് ആയിരുന്നു അല്ലേ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകളായിരുന്നു ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് തീംസ് ആൻഡ് സ്റ്റൈൽസ് ആയിരുന്നു അല്ലേ. പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ഹീറോയിക് കപ്ലറ്റ്സ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒക്കെ. സോ അതൊക്കെ മാറ്റിയിട്ട് ബാലഡ്, ഓഡ് അല്ലേ, നരേറ്റീവ് പോയംസിനൊക്കെ പ്രാധാന്യം കൊടുക്കും. ബാലഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു വാട്ട് ഇസ് ബാലഡ് എന്നുള്ളത് കേട്ടോ. ബല്ലാഡ് അല്ലെങ്കിൽ ബാലഡ് എന്നുള്ളത്. ബാലഡ് എന്ന് പറഞ്ഞാൽ അതൊരു നരേറ്റീവ് പോയമാണ് മക്കളെ. എ ബാലഡ് ഈസ് എ നരേറ്റീവ് പോയം ട്രഡീഷണലി set to music characterized by its storytelling nature, simple language and strong rhythm. അതായത് ബാലഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മ്യൂസിക് അതിനെ സെറ്റ് ചെയ്തിട്ട്, ഒരു ട്രഡീഷണൽ മ്യൂസിക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് നേച്ചർ ആയിരിക്കും അത് കേട്ടോ. സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും. അതേപോലെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും ആൻഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു താളം, ഒരു റിതം അതിനുണ്ടായിരിക്കും. സോ അതാണ് ബാലഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ടിപ്പിക്കലി ഫീച്ചേഴ്സ് 4 ലൈൻ സ്റ്റാൻസ്. ആ ബാലഡിൽ എപ്പോഴും 4 ലൈനുള്ള 4 ലൈൻ സ്റ്റാൻസുകളായിരിക്കും നമുക്കതിൽ കാണാൻ പറ്റുക. ഈ 4 ലൈൻ ഒരു സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ കുറച്ച് വരികൾ ഉള്ള. അപ്പോൾ നമ്മൾ പ്രോസിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? പാരഗ്രാഫ് എന്ന് പറയും. പോയത്തിലാണ് നമ്മൾ പറയുക സ്റ്റാൻസ എന്നാണ് പറയുക. സോ 4 ലൈൻ, ഒരു സ്റ്റാൻസയിൽ 4 ലൈനാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള 4 ലൈൻ സ്റ്റാൻസിനെ നമ്മൾ പറയുന്ന പേരാണ്, ലിറ്ററേച്ചറിൽ പറയുന്ന പേരാണ് ക്വാട്രൈൻസ്. ഓക്കെ, ക്വാട്രൈൻസ്. സോ ബാലഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 4 ലൈൻ സ്റ്റാൻസ ആയിരിക്കും. 4 ലൈൻ സ്റ്റാൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്വാട്രൈൻസ്. ഓക്കെ, ക്വാട്രൈൻസ്. ഓക്കെ, ക്വാട്രൈൻസ് എന്നാണ് പറയുക. യെസ്, QUATRAINS. യെസ്, ക്വാട്രൈൻസ് എന്നാണ് പറയുക. സോ ക്വാട്രൈൻസ് ആയിരിക്കും നമ്മൾ ബാലൻസിൽ കാണുക. അതുപോലെ തന്നെ ABCD അല്ലെങ്കിൽ ABAB ഒക്കെ ആയിരിക്കും അതിൻ്റെ റിതം, റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. റൈം സ്കീം എന്ന് പറയുന്നത്. Then it is often alternating iambic tetrameter and iambic trimeter. അത് മീറ്ററിൻ്റെ കണക്കാണ് പറയുന്നത്. Then common themes included tragedy, love, folklore, often featuring dramatic dialogue and refrains. ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. refrains എന്ന് പറയുന്നത് എന്താ? റിപ്പീറ്റഡ് ആയിട്ട് ലൈൻസ് ഒരു സ്റ്റാൻസയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് refrains എന്ന് പറയുന്നത്. സോ ബാലഡ് എന്ന് പറഞ്ഞിട്ട് ഈ മനസ്സിലായി, ഇതൊരു നരേറ്റീവ് പോയമാണ് കേട്ടോ. അല്ലെങ്കിൽ നരേറ്റീവ് എന്താണ് പറയുക? പോയം ട്രഡീഷണലി സെറ്റ് ഇൻ ടു എ മ്യൂസിക് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് സ്റ്റോറി ടെല്ലിംഗ് നേച്ചർ, സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് സ്ട്രോങ് റിതം. ഓക്കെ, സോ പുതിയ തരത്തിലുള്ള എന്താ പറയുക മീൻസ് ലിറ്ററേച്ചർ ഫോംസ് അവർ കൊണ്ടുവരാൻ തുടങ്ങി. ആരും നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ബാലഡ്സ്. ഓഡ് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് എന്ന് പറയുന്നത് വേറൊരു പോയറ്റിക് സ്റ്റൈലാണ്. അതായത് ഒരു കാര്യത്തിനെ, ഒരു ഇവൻറ്റിനെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ പ്രൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ഓഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ കീറ്റ്സിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഓടുകളുണ്ട്. ഓഡ് ടു നൈറ്റിംഗേൽ, ഓഡ് ടു ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ PB ഷെല്ലിൻ്റെ ഒരു ഫേമസ് വർക്കാണ് ഓഡ് ടു സ്കൈലാർക്ക്. അതായത് സ്കൈലാർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്കൈലാർക്ക് എന്ന് പറയുന്ന ആ പക്ഷിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ഓഡ് ടു സ്കൈലാർക്ക് എന്നത്. സോ ഹീറോയിക് കപ്ലറ്റിൽ നിന്നൊക്കെ മാറ്റിയും കൊണ്ട് അവരെന്തൊക്കെ എഴുതാൻ തുടങ്ങി? ബാലഡ്, മോഡൊക്കെ തുടങ്ങിയ പുതിയ പുതിയ തരത്തിലുള്ള പോയറ്റിക് ഫോംസ് അവർ കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? റൊമാൻറ്റിക് ഏജ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ
ഇനി നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സാലന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ നിയോ ക്ലാസിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ against neoclassicism. Okay, first one is the reaction against neoclassicism. Then second one is poetry as expression of emotion. നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ഇമാജിനേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ അല്ലേ, ഇമോഷൻ ആൻഡ് ഫീലിങ്സ്. നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഇമോഷൻസ് ഉണ്ട്, അവരുടേതായ ഫീലിങ്സ് ഉണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള റൊമാൻറ്റിക് പോയട്രി ലിറ്ററേച്ചറിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇമാജിനേഷൻ, innovation in themes and styles, then interest in supernatural elements, influence of folk and medieval literature. സോ അതായത് ഫോക്ക്, അന്നത്തെ നാടോടി കഥകളും അതുപോലത്തെ മിഡീവൽ ആയിട്ടുള്ള നമ്മുടെ മധ്യകാലഘട്ടത്തിലുള്ള ലിറ്ററേച്ചറിനൊക്കെ ഇൻഫ്ലുവൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് അതിൽ നിന്നിട്ടുള്ള. ദെൻ യൂസ് ഓഫ് സിംബോളിസം അല്ലേ, എല്ലാത്തിനെയും ഒരു സിംബലൈസ് ആയിട്ട് കാണാനുള്ള ഒരു പ്രവണതയും നമ്മുടെ റൊമാൻറ്റിക് ഏജിലുണ്ടായിരുന്നു. അതായത് സിംബൽസ് ആർ യൂസ്ഡ് ടു കൺവേ ഡീപ്പർ മീനിങ്സ് ബിയോണ്ട് ലിറ്ററൽ സെൻസ്, എൻറിച്ചിങ് ദ പോയറ്റിക് എക്സ്പീരിയൻസ്. അതായത് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി, ഡീപ്പായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യത്തോട് സിംബലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉപമിക്കുന്നു. സോ അങ്ങനത്തെയുള്ള യൂസേജസ് ഓഫ് സിംബോളിസം നമുക്ക് റൊമാൻറ്റിക് ഏജിൻ്റെ ഒരു സാലിയൻറ്റ് ഫീച്ചറാണ്. ദെൻ അടുത്തതുള്ളതാണ് എന്താണ്, ലവ് ഫോർ നേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലവ് ഫോർ നേച്ചർ. ദെൻ സബ്ജക്റ്റിവിറ്റി നോട്ട് ഒബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഈച്ച് ഇൻഡിവിജ്വൽസ്. അതായത് ഓരോരുത്തർക്കും റൊമാൻറ്റിക് പോയട്രി ഈസ് പേഴ്സണൽ ആൻഡ് ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ് റാദർ ദാൻ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. അതായത് മൊത്തമായിട്ടുള്ളൊരു ജനറൽ ട്രൂത്ത് എടുക്കാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഫീലിങ്സിനും എക്സ്പീരിയൻസസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് സബ്ജക്റ്റിവിറ്റി. അടുത്തത് ഒരു സാലന്റ് ഫീച്ചറും കൂടി ഉണ്ട്, ഫാസിനേഷൻ വിത്ത് റിബൽസ് ആൻഡ് ഔട്ട്കാസ്റ്റ് അല്ലേ. റിബൽസ് ആൻഡ് ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത് പുറത്താക്കപ്പെട്ട ആൾക്കാർ. അതായത് ആരൊക്കെയാണ് ഈ പുറത്താക്കപ്പെട്ടവരെന്ന് പറയുന്നുണ്ടാവുക? അതായത് പണ്ടത്തെ കാലത്തെ റൂൾസിനും റെഗുലേഷൻസിനൊക്കെ എതിരായി സംസാരിച്ച ആളുകളായിരിക്കും ഈ പുറത്താക്കപ്പെട്ട ആൾക്കാരല്ലേ. നമ്മളിപ്പോൾ ഒരു വോയിസ്, ഒരു കാര്യത്തിന്, ഒരു ഇഷ്യൂവിനെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തിയാൽ നമ്മൾ ഒബ്വിയസ്ലി ആയിട്ട് നമ്മൾ അതിനെ പുറത്താക്കപ്പെടും, നമ്മൾ മാറ്റി നിർത്തപ്പെടും അല്ലേ. സോ അതുപോലെ തന്നെ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരെ പോരാടുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്ത ആൾക്കാരെ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. സോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു ഏജും കൂടിയാണ് നമ്മുടെ റൊമാൻറ്റിക് ഏജ്. ഓക്കെ, അതുപോലെ തന്നെ യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരുന്നു. ദെൻ എക്സ്പെരിമെൻഷൻ ഇൻ ഫോം, അതായത് ദേ എക്സ്പെരിമെന്റഡ് വിത്ത് ദ ന്യൂ പോയറ്റിക് സ്ട്രക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ഫിക്സ്ഡ് ആൻഡ് ക്ലാസിക്കൽ ഫോംസ് അല്ലേ, അത് നമ്മൾ പറഞ്ഞു. ദെൻ ഐഡിയലൈസേഷൻ ഓഫ് റൂറൽ ലൈഫ്, വില്ലേജ് ലൈഫിനെ കുറിച്ചും കൂടിയും ഒന്ന് ഐഡിയലൈസ് ചെയ്തിട്ട് അവർ ഓരോ വർക്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. Then interest in the wild and grotesque, അതായത് romantics were attracted to strange, irregular and even frightening aspects of nature. നേച്ചറിൻ്റെ നമ്മൾ പറയുന്ന നേച്ചറിൻ്റെ ബ്യൂട്ടി മാത്രമല്ല, നേച്ചറിൽ കാണുന്ന നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലേ, എന്തൊക്കെയായിരിക്കാം നമ്മുടെ സ്റ്റോം, ഫ്ലഡ്, ഇതൊക്കെ നമുക്ക് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിനെയും കുറിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, റൊമാൻറ്റിക് ഏജ് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ബ്രേക്കിംഗ് ഓഫ് ട്രഡീഷൻസ്, പണ്ട് നിലനിന്നിരുന്ന ട്രഡീഷനെയും കാര്യങ്ങൾക്കൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ദെൻ ഡിഫറൻസ് ഫ്രം ക്ലാസിസിസം അല്ലേ, ക്ലാസിസിസം എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ ഉള്ള ഏജ്, അതിൽ നിന്നുള്ള ഒരുപാട് ഡിഫറൻസ് നമുക്ക് റൊമാൻറ്റിക് ഏജിൽ കാണാം. ദെൻ റെവല്യൂഷണറി മൂവ്മെന്റ്, അതായത് റൊമാൻറ്റിസിസം ബ്രോട്ട് എ മേജർ ചേഞ്ച് ഇൻ ലിറ്ററേച്ചർ ബൈ ഫോക്കസിങ് ഓൺ ഇൻഡിവിജ്വാലിറ്റി, ഇമോഷൻ ആൻഡ് ക്രിയേറ്റീവ് ഫ്രീഡം. ഇൻഡിവിജ്വാലിറ്റി, ഞാനിവിടെ എഴുതാം, ഇൻഡിവിജ്വാലിറ്റി, ഇമോഷൻ ആൻഡ് ഫ്രീഡം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, റൊമാൻറ്റിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ സാലിയൻറ്റ് ഫീച്ചേഴ്സോ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ 3 എണ്ണം. അതിനെക്കുറിച്ച് നിങ്ങൾ മാറ്റി മറിച്ചിട്ടും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. ഓക്കെ, സോ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്ര എഴുതാം. ഓക്കെ,
Okay, students, now we are going to take a look on to the early romantic poets. Okay, so നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ, റൈറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്. അതായത് ഈ റൊമാൻറ്റിക് ഏജ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഇഷ്ടംപോലെ റൈറ്റേഴ്സ് വന്നിട്ടുണ്ട്. സോ അവരെ വിളിക്കുന്നതാണ് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഫോർ റണ്ണേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഫോർ റണ്ണേഴ്സ് അല്ലെങ്കിൽ പ്രിക്വസേഴ്സ് എന്ന് പറയാം. അതായത് തൊട്ട് മുന്നേ ഉള്ള ആളുകൾ എന്നാണ് അതിനർത്ഥം. ഓക്കെ, so before 1798 these poets introduced a new interest in nature, imagination and the common life, paving the way of Wordsworth and Coleridge. അപ്പോൾ നമ്മൾ പറഞ്ഞു റൊമാൻറ്റിക് ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിനെ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിൻ്റെ ഒരു എന്താ പറയുക, ഒരു മുന്നിലേക്ക് വരാനുള്ള ഒരു കാരണം എന്നുള്ളത് നമ്മുടെ വേർഡ്സ്വർത്തും കോളറിഡ്ജുമാണെന്നുള്ളത്. പക്ഷേ ഇവരുടെ മുന്നേ തന്നെ നേച്ചറിനെ പ്രൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇമാജിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും എക്സ്പ്രഷൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടും കുറേ റൈറ്റേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവരാണ് നമ്മുടെ ഏർലി റൊമാൻറ്റിക് റൈറ്റേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. അവർ എന്നാൽ റൊമാൻറ്റിക് ഏജിലെ മെയിൻ ആൾക്കാരാണോ ചോദിച്ചാൽ ആണ്, അല്ല ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ടു ദ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരാരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം, കുറച്ച് പോയറ്റ്സിനെ കൊടുത്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ആരാണ്? ജെയിംസ് തോംസൺ. ഓക്കെ, ജെയിംസ് തോംസൺ ആണ് നമ്മുടെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ടൈം പീരീഡ് വരുന്നത്, അദ്ദേഹം 1700 ജനിച്ചു, 1748 മരണപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ ഹി ഈസ് നോൺ ഫോർ ഹിസ് പോയം ദ സീസൺ. ദ സീസൺസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ തോംസൺ. ഓക്കെ, ജെയിംസ് തോംസൺ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ദ സീസൺസ് അല്ലെങ്കിൽ ഹൂ റിട്ടൺ ദ പോയം The Seasons. So you can answer what? James Thomson. Okay. So James Thomson's ഒരു പോയമാണ് നമ്മുടെ The Seasons എന്ന് പറയുന്നത് കേട്ടോ. അത് 1730 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1730 പബ്ലിക്കേഷൻ ഇയർ ആണ് 1730 എന്ന് പറയുന്നത്. ഓക്കെ, സോ this particular work, the season, evokes interest in the process of nature. അല്ലേ, നേച്ചറിൻ്റെ പ്രോസസ്സിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളൊരു പോയം കൂടിയാണ് നമ്മുടെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പോയം എന്താണ്, റൊമാൻറ്റിക് ഏജിലെ പോയം തന്നെയാണെന്ന്. കാരണം ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ ഉണ്ട് അല്ലേ. ഓക്കെ, സോ തോംസൺ moved away from the urban social satire to a deep interest in nature. അല്ലേ, അതായത് ഒരു അർബൻ ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അതോടുകൂടി അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, സിറ്റി ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ തോംസൺ എന്ത് ചെയ്തു, സിറ്റി ലൈഫിൽ നിന്നും മാറിയിട്ട് എന്താണ്, നേച്ചറിലേക്ക് ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ് അവിടെ കാണിക്കുകയുണ്ടായി. ഓക്കെ, സോ ഹി ഷിഫ്റ്റഡ് ഹിസ് ഫോക്കസ് ഫ്രം urban life to അല്ലെങ്കിൽ more focused, he gave more focus on deep interest in nature. Okay, then he was fascinated by the fearful aspects of nature. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, fearful aspects, നല്ല ബ്യൂട്ടിഫിക്കേഷൻ മാത്രമല്ല നേച്ചറിൻ്റെ ഉള്ളത്, ഫിയർഫുൾ ആസ്പെക്ട്സ് കൂടി ഉണ്ട്. എന്താണ്, നമ്മുടെ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ പോലെ അല്ലേ, സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്സ്. സോ അതിനും അദ്ദേഹം എന്ത് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. So he also fascinated by the fearful aspects of nature. Okay, and he also fascinated by the harmony between man and the natural world. അല്ലേ, he spoke about the interaction between, ഇതെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ്റെ ഷോർട്ട് ഫോം ആണ്, നിങ്ങൾ എക്സാമിന് എഴുതി വയ്ക്കരുത്, ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്ന് മാത്രം, ബിറ്റ്വീൻ. So he spoke about interaction between man and nature. കേട്ടോ, നമുക്ക് ഈ സീസൺ എന്നുള്ള ദ സീസൺസ് എന്നുള്ള ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റും മാനും, അതായത് ഹ്യൂമൻ ബീയിങ്ങും നേച്ചറും തമ്മിലൊരു ഡീപ്പ് കണക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആ പോയത്തിൽ കാണാൻ പറ്റും. സോ he described the relation between man and nature. Okay, then his description of lonely walks to harmonize his heart. അല്ലേ, അതായത്
കുറച്ചൊക്കെ റിലീജിയസ് ആയിട്ടും അല്ലെ സ്പിരിച്വൽ വർക്ക്സിനും കൂടി ഇദ്ദേഹം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, റിലീജിയസ് ആയിട്ട്. സോ ഒരു ലോൺലിനെസ് അല്ലെ, ഏകാന്തത, ആ ഒരു ഇതിൽ നിന്നും അദ്ദേഹം ഹാർമണൈസ് ഹിസ് ഹാർട്ട് അല്ലെ, അവരുടെ ഹാർട്ടിനെ അവർ ഹാർമണൈസ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാപ്പിനെസ് കണ്ടെത്തി എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്ത് ദ സീസൺസ് എന്ന പോയത്തിലെ കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നേച്ചറിൻ്റെ ബ്യൂട്ടിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലൈഫ് അല്ലേ, ആ ഒരു മൈൻഡിൽ ആ ഏകാഗ്രതയിൽ ഹാർമണി കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പോയത്തിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അതുപോലെ അതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ എക്സാമിന് ലൈനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോയത്തിനാണെന്ന് എഴുതാനൊക്കെ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, so that's about James Thomson. Okay, so the second person is, or the second forerunner of romantic age is Mark Akensider. Mark Akensider. Okay, so his time period is between 1721 to 1770. No, 1721 ജനിച്ചു, 1770 അദ്ദേഹം മരിക്കുകയുണ്ടായത്. ഓക്കെ, സോ he is the author of Pleasure of Imagination. Pleasure of Imagination. ജെയിംസ് തോംസന്റെ നമ്മൾ പറഞ്ഞത് സീസൺ ആണ് ഇമ്പോർട്ടൻറ്റ് വർക്ക്, എന്നാൽ മാർക്ക് എക്കിൻസൈഡിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ആണ് ദ പ്ലഷർ ഓഫ് ഇമാജിനേഷൻ. പ്ലഷർ ഓഫ് ഇമാജിനേഷൻ ഇത് പബ്ലിഷ് ചെയ്ത ഇയർ ഏതാണ്? 1774. നിങ്ങളൊന്ന് നോക്കൂ, ഇദ്ദേഹം മരിച്ചു 1770 മരിച്ചു കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ദ വർക്ക് ഈസ് പോസ്റ്റ്ഹമസ്ലി പബ്ലിഷ്ഡ് കേട്ടോ. അതായത് മരിച്ചു കഴിഞ്ഞ ഒരു ഓഥർ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്ഹമസ്ലി പബ്ലിഷ്ഡ് നമുക്ക് പറയാൻ പറ്റും. സോ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, പ്ലഷർ ഓഫ് ഇമാജിനേഷൻ. സോ ഇദ്ദേഹത്തിന്റെ വർക്കാണ് പ്ലഷർ ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ അനദർ ഫോർറണ്ണർ ഓഫ് വേർഡ്സ്വർത്ത് ആണ്. വേർഡ്സ്വർത്തിന്റെ ഒരു മുൻഗാമിയാണ് മാർക്ക് എക്കിൻസൈഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി റിവൈവ്ഡ് ഗ്രീക്ക് ലിറിക് ഫോംസ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ബ്യൂട്ടി ഓഫ് നേച്ചർ ഇസ് ഷോൺ ഡയറക്ട്ലി ടു ദ ഹ്യൂമൻ മൈൻഡ്. ഓക്കെ, അദ്ദേഹം പണ്ടത്തെ ഗ്രീക്ക് ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ ഗ്രീക്ക് ലിറിക് ഫോംസിനെ ഒന്ന് റിവൈവ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റീഫോം ചെയ്തിട്ട് അദ്ദേഹം ആർഗ്യൂ ചെയ്തു. He argued that beauty of nature is shown directly to human mind. അല്ലേ, അതായത് മനുഷ്യന്റെ മനസ്സിലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നേച്ചറിന്റെ ആ ബ്യൂട്ടിയെ നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം പറയാനുണ്ടായത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പോയം, ഒരു ഡിഡാക്റ്റിക് സ്റ്റൈൽ, ടീച്ച് ചെയ്യുന്ന സ്റ്റൈലിനെയാണ് ഡിഡാക്റ്റിക് ഫോം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫോം ഓഫ് ലൈൻസ് അല്ലെങ്കിൽ പ്ലഷർ ഓഫ് ഇമാജിനേഷനിലെ ആ ഒരു മെയിൻ ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വായിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്, പോയറ്റ് സീസ് ദാറ്റ് ദ ബ്യൂട്ടി ആൻഡ് ഹാർമണി ഓഫ് നേച്ചർ ഇസ് ഷോൺ ഡയറക്ട്ലി ടു ദ പ്യൂരിഫൈഡ് ഇന്റലക്ട്. ഓക്കെ, നമുക്കത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഫോമിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ആ ലൈനിൽ അല്ലെങ്കിൽ ആ പോയത്തിൽ കൊടുത്തിട്ടുള്ള ലൈനിൽ അവിടെ കാണാൻ പറ്റുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് James Thomson and Mark Akensider. Okay.